ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി 61-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 61-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. 61-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 61-ാം സങ്കീർത്തനം. വളരെ ഹൃദയസ്പർശിയായിരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം. തൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലാതെ താൻ എടുത്തിരിക്കുന്നതായിരിക്കുന്ന ഒരു തീരുമാനത്തെ പ്രഖ്യാപിക്കുകയാണ് ഈ വാക്യം. എന്താണ് ആ വാക്യം? എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണം. ഹൃദയം ക്ഷീണിക്കുക, മനസ്സ് തകരുക ഇത്യാദി കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ നടമാടുന്ന കാര്യങ്ങളാണ്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആപത്തും അനർത്ഥവും രോഗവും സാമ്പത്തിക ഞെരുക്കങ്ങളും കുത്തുവാക്കുകളും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹൃദയം ക്ഷീണിക്കാം. എന്നാൽ ഒരു ദൈവ പൈതലിന് അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ഒരു ദൈവമുണ്ട് എന്ന് മാത്രമല്ല, അവനെ വഴി നടത്തുവാൻ പര്യാപ്തനായിരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബലമുള്ളതായിരിക്കുന്ന കാര്യം. ഹൃദയത്തിൻ്റെ ആകുലത നമ്മെ വളരെയധികം ക്ഷീണിപ്പിക്കും. ഹോസ്പിറ്റലിലൊക്കെ രോഗികളായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പലവിധമായിരിക്കുന്ന പരിശോധനകൾ നടത്തിയിട്ടും രോഗമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറുള്ളത്? ഈ വ്യക്തിക്ക് മാനസികമായ വല്ല പ്രയാസവും ഉണ്ടോ? മനസ്സിനെ അനവരസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ? നമുക്കറിയാം, മനസ്സ് ഉരുകി നീറി പലരും മാനസികമായി നില തെറ്റുന്ന കാര്യം നമുക്കറിയാം. ശരീരം ക്ഷീണിക്കും. വളരെ ഹൃദയവും ആരോഗ്യവുമായിട്ട് അല്ലെങ്കിൽ മനസ്സും ആരോഗ്യവുമായിട്ട് വലിയ ബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ട്. തകർക്കപ്പെടുന്ന അനവധി ഹൃദയങ്ങൾ, വേദനിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിലും ഒരുപക്ഷെ എങ്കിൽ നമ്മെ പല നിലകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങൾ പങ്കിടുവാനായിട്ടുണ്ടാകും. ബാഹ്യമായ നിലയിൽ നമ്മൾ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, പതിവായ യോഗങ്ങൾക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊരു ജീവിതചര്യയായിട്ട് നാം അനുഷ്ഠിക്കുമ്പോൾ തന്നെ മറ്റൊരാളോടും പറയാത്ത, അറിയാത്ത, നൊമ്പരപ്പെടുത്തുന്ന പലവിധമായിരിക്കുന്ന മാനസികമായ സംഘർഷങ്ങളെ ആയിരിക്കാം ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നിലവാരത്തെ മറ്റൊരു വ്യക്തിക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. 2-3 വാക്യങ്ങൾ വായിച്ച് ഒന്ന് സഹായിക്കണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പ്രകാരം പറയുന്നുണ്ട്. 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇത് ചെയ്യുന്നില്ല, ഇടപെടുന്നു.
സ്വന്തം ദുഃഖത്തെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖത്തെ അറിയുന്നത് എൻ്റെ ഹൃദയം മാത്രമാണ്, എൻ്റെ മനസ്സ് മാത്രമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴോ അത് മഞ്ഞൾക്ക് പെട്ടെന്ന് അറിയുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം ഹൃദയത്തിൻ്റെ ദുഃഖവും സന്തോഷവും എല്ലാം, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും എല്ലാം അറിയുന്നത് ഹൃദയമാണ്. രണ്ടാമത്തെ വാക്യം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഹൃദയത്തെക്കുറിച്ച് മറ്റൊരു പരാമർശം ജ്ഞാനി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അപ്പോൾ സന്തുഷ്ടിയുള്ളതായിരിക്കുന്ന ഒരു ഹൃദയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഔഷധത്തിന് തുല്യമാണെന്നാണ് ശലോമോൻ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ തകർന്നിരിക്കുന്ന ഹൃദയം, തകർന്നിരിക്കുന്ന മനസ്സ്, അത് മാംസത്തെ അല്ലെങ്കിൽ ബാഹ്യമായിരിക്കുന്ന ഈ ജഡത്തിന്റെ പുറമേ മാത്രമല്ല, ആന്തരികമായി അസ്ഥികളെ പോലും ദ്രവിപ്പിക്കുന്നതാണ്, ഉണക്കുന്നതാണ് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സദൃശവാക്യങ്ങളുടെ പുസ്തകം തന്നെ 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ശലോമോൻ മറ്റൊരു കാര്യം അവിടെ ഓർപ്പിക്കുന്നുണ്ട് ഹൃദയത്തെ സംബന്ധിച്ച്. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. അടുത്തത്, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഹൃദയ തകർച്ച എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെ സഹിക്കേണ്ടതാണ്. അത് മറ്റൊരു വ്യക്തിക്ക് അത് സഹിക്കുവാൻ കഴിയുകയില്ല. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിന്റെ തകർച്ചയും വേദനയും മറ്റൊരാൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേസമയം അത് എനിക്ക് മാത്രമേ സഹിക്കുവാനും അറിയുവാനും കഴിയൂ. ഇവിടെ പറയുകയാണ്, ധീരതയുള്ള ഒരു ഹൃദയം ദീനത്തെ സഹിക്കും. അതുകൊണ്ടാണ് ആരോഗ്യശാസ്ത്രം പലപ്പോഴും ഹൃദയത്തിന് വലിയ പ്രാധാന്യം നൽകിയാൽ മനസ്സിന് വലിയ പ്രാധാന്യം നൽകി ആ നിലയിൽ അവർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാറുള്ളത്. ക്യാൻസറിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്ന അനവധി ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ആ രോഗത്തെ എങ്ങനെ അതിജീവിച്ചു. കേവലം മരുന്നുകൊണ്ട് മാത്രമല്ല, അവരുടെ നിശ്ചയദാർഢ്യം, ആ രോഗത്തോട് ഉള്ളതായിരിക്കുന്ന കീഴടങ്ങുവാൻ അവരുടെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ വണ്ണം മനസ്സിന്റെ ആരോഗ്യം പിൻകടത്താലും അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ കൂടെ RCC ട്രീറ്റ്മെന്റിന് കയറിയ 7-8 വർഷം അവൾ ക്യാൻസർ രോഗിയാണ്. അവരെല്ലാവരും മരിച്ചു മൺമറഞ്ഞു പോയി. ഇന്നും ആ പെൺകുട്ടി ജീവനോടിരിക്കുന്നു. അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അവളുടെ ബിസിനസ്സിലാണ്. പക്ഷേ ഈ ക്യാൻസർ രോഗം അവളെ അലോസപ്പെടുത്തുന്നില്ല. അവൾ അവളുടെ ബിസിനസ്സിനെ വർദ്ധിപ്പിച്ചു. അവൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിനെ ഒന്നുകൂടെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. കുടുംബത്തെ നല്ല ത്രാണിയോടുകൂടെ അവൾ നോക്കുന്നു. 2 മക്കളെ വിദേശത്ത് വിട്ടു, പഠിപ്പിച്ചു, ജോലി അവർക്ക് നേടിക്കൊടുത്തു, കുടുംബസ്ഥരാക്കി. ഭർത്താവുണ്ട്, ഭർത്താവ് വിദേശത്തായിരുന്നു. എങ്കിലും അവൾ തന്നാലാവുന്ന കുടുംബത്തിനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തനിക്കൊരു ക്യാൻസർ രോഗിയാണ്. എല്ലാവിധമായിരിക്കുന്ന ഭക്ഷണം അവർക്ക് കഴിക്കുവാൻ കഴിയുകയില്ല. വെറും ധാന്യങ്ങളാണ് പുഴുങ്ങി കഴിക്കാറുള്ളത്, മറ്റൊന്നും അതിൽ ചേർക്കാറില്ല. അല്പം പച്ചമുളകും അല്പം ഇന്ദുപ്പുമാണ് അത് ചേർക്കുന്ന വസ്തു എന്നുള്ളത്. ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടു. ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചില്ല, പക്ഷെ അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്നെ ധൈര്യപ്പെടുത്തി. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ദൈവം ചിലർക്ക് ചില കൃപകളെ നൽകി ബലപ്പെടുത്തി നിർത്തുന്നു. ഇന്ന് RCC ചെല്ലുമ്പോൾ 6 മാസത്തേക്ക് ടെസ്റ്റിന് ചെല്ലുമ്പോൾ അവർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ കാര്യം ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞത്, നിന്റെ കൂടെ അന്ന് RCC കീമോയും റേഡിയേഷനും എടുത്ത് അനവധി എല്ലാവരും മരിച്ചുപോയി. നിന്റെ ബാച്ച് 8 പേരെ ഇതേ അസുഖത്തിന് ഞാൻ ഒരുമിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു, 7 പേരും മരിച്ചുപോയി. നീ ഇന്ന് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്നു. ദൈവം എന്തോ ഒരു കൃപ നിന്നിൽ പകർന്നിട്ടുണ്ട്. അതിന് ഈ രോഗത്തിന്റെ അവസ്ഥയിൽ അവൾ ഡ്രൈവിംഗ് പഠിച്ചു, സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഹൃദയ ദാർഢ്യത്തോടുകൂടെ വളരെ ഉറപ്പോടുകൂടെ ജീവിക്കുന്ന രോഗം ഇന്നും നമ്മുടെ ശരീരത്തിലുണ്ട്.
പക്ഷെ അതിനെ അതിജീവിച്ചു പോകുന്നു. അപ്പോൾ സന്തുഷ്ടിയുള്ള ഹൃദയം വലിയൊരു ഔഷധമാകുന്നു. പക്ഷേ ആ ഹൃദയത്തിന്റെ വേദന, അത് തകർന്ന മനസ്സിന്റെ വേദന അവൾക്ക് മാത്രമേ അറിയൂ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അനവധി ആളുകളെ വേദപുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിജീവിച്ചു പോയ അനവധി ആളുകളെ. തകർക്കപ്പെട്ട ഹൃദയം എന്ന് നമ്മൾ വിധിയെഴുതുന്നുവെങ്കിലും അവരൊക്കെ ഈ ദൈവസന്നിധി വിജയം പ്രാപിച്ച ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ചപ്പോൾ ചില വ്യക്തികളെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി. പല നിലകളിൽ ഹൃദയം ക്ഷീണിച്ചിരുന്ന അവസ്ഥയിൽ ആ ക്ഷീണാവസ്ഥയെ അതിജീവിച്ച ചില വ്യക്തിത്വങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലും നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടത്തക്ക നിലയിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ശൗമ്യന്റെ പുസ്തകത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഹന്ന എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ത്രീ. എൽക്കാന എന്ന് പറയുന്ന ഒരു ഭർത്താവ് അവൾക്കുണ്ട്. പക്ഷെ അവൾക്ക് ഓർമ്മ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. മനസ്സുകൊണ്ട് വളരെ ക്ഷീണിതയായിരിക്കുന്ന ഒരു സ്ത്രീയായി അന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ന ദാവീദ് പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് ക്ഷീണിതയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവൾ ദൈവമുഖത്തേക്ക് നോക്കി അവളുടെ സങ്കടങ്ങളെ വിളിച്ച് അപേക്ഷിച്ചു. അത്യുന്നതമായ പാറയിലേക്ക് അവൾ നടന്നു നീങ്ങി. അവളുടെ വേദനകളെ ദൈവം മാറ്റി. ഹൃദയത്തിന്റെ വേദന, തന്റെ ക്ഷീണാവസ്ഥ ദൈവത്തോട് തുറന്നു പറഞ്ഞു. ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പിന്നെ അവളുടെ മുഖം, ഒന്ന് ശൗമ്യന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, പിന്നെ അവളുടെ മുഖം വാടിയെന്ന്. അവൾ ചെല്ലേണ്ടുന്ന സ്ഥാനത്ത് എത്തിപ്പെട്ടു. അവളുടെ വിഷമങ്ങളെ, ക്ഷീണാവസ്ഥയെ തുറന്നു പറയുവാൻ പറ്റിയ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് അവൾ ഓടിച്ചെന്നു. അവളുടെ ഹൃദയത്തിന്റെ ക്ഷീണാവസ്ഥയെ ദൈവം മാറ്റി. ഇനി 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ആരാണെന്നറിയാമോ? സാരേഫാത്തിലെ വിധവ. ക്ഷാമകാലത്ത് ദൈവം ക്ഷേമമായി പോറ്റിയ ഒരു വിധവയായിട്ട് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സാരേഫാത്തിലെ വിധവ എന്നുള്ളത്. അവളുടെ കരത്തിലുള്ള അല്പം മാവും അവളുടെ കൈവശമുള്ള അല്പം എണ്ണയും പൂശി അപ്പമുണ്ടാക്കി അവൾ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. നിസ്സഹായമായിരിക്കുന്ന ഒരവസ്ഥ, ശുഷ്കിച്ച ഒരവസ്ഥ. മരണം മാത്രമാണ് അവളുടെ മുൻപിൽ പിന്നീട് ഉള്ളത്. കാരണം ക്ഷാമമാണ്. മറ്റൊന്നും അവളുടെ വിശപ്പിനെ അല്ലെങ്കിൽ ആ കുടുംബത്തിനെ പോറ്റുവാൻ തക്കതിൽ ഒന്നുമേ ഇല്ല. പക്ഷേ ഏലിയാവ് അവളുടെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് വളരെ ഹൃദയസ്പർശിയ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ അതിമഹത്തായിരിക്കുന്ന ഒരു വാക്തത്വം. എന്താ വാക്തത്വം? ഭയപ്പെടേണ്ട എന്നുള്ളതായിരിക്കുന്ന ഇമ്പകരമായിരിക്കുന്ന ദൈവിക ശബ്ദം ക്ഷീണിച്ചിരിക്കുന്ന സാരാപ്തയിലെ വിധവയെ ദൈവം നൽകി അവളെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവിന്റെ ജീവിതം തീച്ചൂടുള്ള അനുഭവത്തിലൂടെ താൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഏലിയാവ് എത്തിച്ചേർന്നിരിക്കുന്നു. ചൂരച്ചയുടെ തണലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, മതി യഹോവേ, മതി, എൻ്റെ പ്രാണനെ എന്ത് ചെയ്തോളാം, എടുത്തുകൊള്ളേ. ഇത് ആശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഒരു വാക്കല്ല. ഹൃദയത്തിൽ നൊമ്പരപ്പെടുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ നിലവിളിയാണ് ദൈവമുണ്ടാകുന്നത്. മതി കർത്താവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നീട് ഏലിയാവ് ചൂരച്ചയുടെ തണലിൽ പോയി കിടന്നുറങ്ങും. അവിടെ കിടന്നുറങ്ങുമ്പോൾ ദൂതൻ അവനെ വന്ന് തട്ടി ഉണർത്തിയിട്ട് നമ്മൾ കാണുന്ന എന്താ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച. എന്താ അവന് കൊടുക്കുന്നത്? കനലിൽ ചുട്ട ഒരടയിൽ ഒരു തുരുത്തി വെള്ളം. നോക്കുക, മനുഷ്യൻ ക്ഷീണാവസ്ഥയിലാണ്. പക്ഷേ ദൈവം നൽകിയ കേവലം, ഞാൻ മനസ്സിലാക്കുന്നു, അത് കേവലം തന്റെ വിശപ്പിനെ മാത്രമായിരുന്നില്ല, തന്റെ അന്തരാത്മാവിനെ ഇവിടെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ആഹാരം ദൈവം നൽകിയ അവനെ ബലപ്പെടുത്തിയ ക്ഷീണാവസ്ഥയിൽ ആ കനലിൽ ചുട്ട ഒരടയിൽ ഒരു തുരുത്തി വെള്ളവുമായിട്ട് ഏലിയാവ് എത്ര ദിവസം ജീവിച്ചു? എത്ര ദിവസം ജീവിച്ചു കുഞ്ഞുങ്ങളെ? 40 രാവും 40 പകലും ഏലിയാവ് ബലപ്പെട്ട് ജീവിച്ചു. ഏലിയാവ് ഹൃദയം ക്ഷണിച്ചിരിക്കുമ്പോൾ അത്യുന്നതനായിരിക്കുന്ന പാറയാകുന്ന ദൈവം
അവനെ ബലപ്പെടുത്തുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായിരിക്കുന്ന നെഹമ്യാവ് യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെ കണ്ടുകൊണ്ട് മുഖം വാടിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ ക്ഷീണിതനാണ് ഹൃദയം കൊണ്ട്. കാരണം ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ചിരുന്ന യെരൂശലേം, ദൈവത്തിന്റെ മഹത്വം വിളിച്ചറിഞ്ഞ യെരൂശലേം ഇപ്പോൾ ശൂന്യമായി കിടക്കുന്നു. ഇസ്രായേലിന്റെ ആത്മീയ അധപ്പതനം ഒരു വശത്ത്, മറുവശത്ത് അവർക്ക് ദൈവം നൽകിയ നന്മകൾ നശിപ്പിക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടാണ് തന്റെ മുഖം വാടിയത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ക്ഷീണാവസ്ഥ ഏറ്റവും അധികം മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയെ സൂക്ഷിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നെഹമ്യാവിന്റെ മുഖം നോക്കുമ്പോൾ രാജകീയ സന്നിധിയിൽ അവന്റെ മുഖം വാടിയതായിട്ട് കാണുന്നു. നോക്കുക, ആ യിരെമ്യാവിനെ ദൈവം ബലപ്പെടുത്തി യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയ്ക്ക് മാറ്റം വരുത്തക്ക നിലയിൽ, ഇടിഞ്ഞു കിടക്കുന്ന കൽക്കൂമ്പാരങ്ങൾക്ക് ജീവൻ നൽകത്തക്ക നിലയിൽ നെഹമ്യാവിനെ ബലപ്പെടുത്തുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇയ്യോബിനെ നമുക്കെടുത്ത് പരിശോധിക്കാം. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ സഹചാരിയായി ദൈവം കൊടുത്ത തന്റെ തക്കതുണ എന്ന് പറയുന്ന തന്റെ സ്വന്തം ഭാര്യ തന്നെ കുത്തുവാക്കുകളാൽ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ തീവ്രമായിരിക്കുന്ന വേദന അനുഭവിച്ച് ചാരത്തിൽ ഇരുന്നുകൊണ്ട് ഓട്ട് കഷ്ണമെടുത്ത് ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആശ്വസിപ്പിക്കുവാൻ വന്നതായിരിക്കുന്ന 3 സ്നേഹിതന്മാർ, അവരും എന്താ ചെയ്തത്? വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്നാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരപലപിക്കുന്നു, ഭാര്യ അപലപിക്കുന്നു. പക്ഷേ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇയ്യോബ് ബലം പ്രാപിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ഹൃദയം വളരെയധികം ക്ഷീണപ്പെടുവാൻ തക്ക നിലയിൽ തന്റെ ഹൃദയം ബന്ധം കൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് ആ ക്ഷീണാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഇയ്യോബ് പറയുന്നത്? ഇയ്യോബ് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തില് അത് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെ, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്ന പ്രത്യാശയുടെ ഒരു വാക്കുണ്ട്. തന്നെ ബലപ്പെടുത്തിയ ആ പാറയിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ ഹൃദയം ക്ഷീണിച്ചിരുന്നപ്പോൾ തന്നിൽ അങ്കുരിച്ചതായിരിക്കുന്ന വലിയ വിശ്വാസം. എന്താ ഇയ്യോബ് പറയുന്നത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊട്ട് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഉള്ളിൽ ക്ഷീണാവസ്ഥ തട്ടിയവനെങ്കിലും അത്യുന്നതനായിരിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ തന്റെ ക്ഷീണാവസ്ഥയ്ക്ക്, തന്റെ അരക്ഷിതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം തന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. താൻ സന്തോഷവാനായി തീരുന്നു. താൻ വിശ്വാസത്താൽ തികഞ്ഞവനായി നിന്നുകൊണ്ട് പ്രത്യാശയോടെ പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അവനെ ഞാൻ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഇയ്യോബ് ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലും ദൈവമുഖത്തേക്ക് നോക്കി ബലം പ്രാപിക്കുന്നു. ഇനിയും പഴയ നിയമത്തിൽ ഇനിയും ധാരാളം ആളുകളുണ്ടെങ്കിലും സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 3 പേരെ എടുത്തു പറയത്തക്ക നിലയിലുള്ള 3 വ്യക്തികളുണ്ട്. അതിൽ 3 പേരിൽ ഒരു കുടുംബമാണ്. ആ കുടുംബം ഒന്നടങ്കം അവർ ദൈവമുഖത്തേക്ക് നോക്കി ബലം പ്രാപിച്ചു. രണ്ട് വ്യക്തികളാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ അധ്യായത്തിൽ 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൾക്കുണ്ടായിരുന്ന വസ്തുവകളെല്ലാം അവൾ വിറ്റു അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി. ഒരു പ്രതീക്ഷയില്ല, ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. കാരണം അവിടെ ഈ ലോകത്തിലുള്ള സകല വൈദ്യന്മാരെയും സകല ആളുകളെയും ആശ്രയിച്ചു. ഇന്നത്തെ കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ടെക്നോളജി വെച്ച് ഈ കോഴിക്കോടും പെരിന്തൽമണ്ണയിലും കേരളത്തിന് വെളിയിലും വെല്ലൂരും പോരാ, അമേരിക്കയിലും എവിടെയെല്ലാം പോയി ചികിത്സിക്കാമോ അവിടെയെല്ലാം പോയി ചികിത്സിച്ചു എന്ന് കരുതാം. ഇന്നത്തെ സാഹചര്യം വെച്ചാണെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ, കയ്യിലിനി ഒന്നും ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് ഇല്ല. ആ 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ആ സ്ത്രീയെ കുറിച്ച് ഇങ്ങനൊരു പരാമർശമുണ്ട്.
വളരെ ഹൃദയസ്പർശമായിരിക്കുന്ന ഒരു വാക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ ആ പ്രാരംഭ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? 5-ാം അധ്യായത്തിന്റെ 26 നയിക്കുന്നു. ഒരു മിനിറ്റ്, 25-26 ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പരവശിയായി തീർന്ന ഒരു സ്ത്രീ. കണ്ടോ വാക്ക് നിങ്ങൾ? അവിടെ അവളെ കുറിച്ച് പരാമർശിക്കുന്നത് എന്താ? ഏറ്റവും പരവശിയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ. നോക്കുക, ആ സ്ത്രീ തന്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ അവൾ എന്തോ ചെയ്തു? അവൾ അത്യുന്നതനായിരിക്കുന്ന പാറയിലേക്ക് അവൾ അടുത്ത് ആ പാറയെ ഒന്ന് തൊട്ടു. നമ്മുടെ പാറക്കാരാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ പാറമേലുള്ള തൊട്ടു, അവളുടെ കരങ്ങൾ നീട്ടപ്പെട്ടു. അവൾക്ക് എന്തോന്നില്ലാത്ത സൗഖ്യം ലഭിച്ചു. സമാധാനത്തോടെ അവൾ ഭവനത്തിലേക്ക് പോകുന്നു. അവൾ ക്ഷീണാവസ്ഥ ദൈവം അവിടെ മാറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് 5-ാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ബെഥെസ്ദ കുളക്കടവിൽ ആ കുളത്തിനരികെ കിടക്കുന്നതായിരിക്കുന്ന ഒരു രോഗി. എത്ര വർഷം അവിടെ കിടന്നു? 38 വർഷം അവിടെ കിടന്നു ആ മനുഷ്യൻ. അവന്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവനേക്കാൾ സമീപ ദിവസങ്ങളിൽ വന്ന ആളുകളുണ്ട്. 38 ദിവസം മുമ്പ് വന്നു പോയവരുണ്ട്. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, 3 മണിക്കൂറിന് മുൻപ് വന്നു പോയവരുണ്ട്. അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ഒരു കിടക്ക അവനെ ചുവന്നു. 38 വർഷം ആ കിടക്കയിൽ അവൻ കിടന്നു. അവന്റെ ഹൃദയത്തിന്റെ വേദന അറിയണമെങ്കിൽ അവനോട് ചോദിക്കണം. പക്ഷെ അവിടെ ഒരു വാക്ക് എന്നെ വളരെയധികം സ്പർശിക്കുവാനായിട്ടിടയായി. 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവന്റെ നിസ്സഹായ അവസ്ഥ അവൻ തുറന്നു പറയുന്നു. എന്താ പറയുന്നത്? കർത്താവിനോട് എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല. ആരോരുമില്ലാത്ത ഒരുവൻ, സഹായത്തിനായിട്ട് ആരുമില്ല. അവനെ ഒന്ന് കൈപിടിക്കുവാൻ ആരുമില്ല. അവനെ ഒന്ന് സമീപത്തേക്ക് കുളത്തിനരികിലേക്ക് കൊണ്ടു ചെല്ലുവാൻ ആരുമില്ല. നോക്കുക, അങ്ങനെ നിരാശ കൊണ്ട് എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി, ഒരിറ്റ് സൗഖ്യത്തിന് വേണ്ടി, ഒരിറ്റ് സാന്ത്വനത്തിന് വേണ്ടി, സാന്ത്വനത്തിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞു കൊടുക്കുവാൻ അവർ ഹൃദയത്തിലേക്കോ അവരടുക്കിലേക്കോ ചെല്ലുവാൻ ആരുമില്ലാതെ ഇതുപോലെ നീറുന്ന എത്രയോ ഹൃദയങ്ങൾ എന്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ലാത്ത എത്രയോ ജീവിതങ്ങൾ എന്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകൾ കിടന്ന് അതിനെ നിലവിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ അവന്റെ നിസ്സഹായ അവസ്ഥ കാണുന്നു, അവന്റെ ക്ഷീണാവസ്ഥ കാണുന്നു. ആ പാറ അവന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവിടെ 3 വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അത് ഒന്ന് ലാസർ, മറ്റൊന്ന് മാർത്ത, മറിയ. അവരെ വിസ്മരിച്ച ഈ ഭാഗം ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ലാസർ ധീരമായി കിടക്കുന്നു, മരണത്തിന് വിധേയപ്പെട്ട ലാസർ. പക്ഷേ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ ഹൃദയം തകർന്ന 2 സഹോദരിമാരെ, മാർത്തയെയും മറിയയെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോയി, അവരുടെ ഹൃദയം തകർന്നുപോയി. അവർക്ക് ആരും ആശ്രയമില്ലാത്തൊരവസ്ഥ. അവർക്കാകെ ആശ്രയമായിരുന്ന ഈ ലാസർ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, മരിച്ച് നാറ്റം വെച്ച് തുടങ്ങി. നമ്മളോട് വായിക്കുന്നുണ്ട്, ഉള്ളം നൊന്ത് കലങ്ങി കർത്താവ് അവരിടക്കിലേക്ക് കടന്നു എന്ന വിഷമം കേട്ടപ്പോൾ, അപ്പോൾ ഹൃദയം സ്പന്ദിക്കുമ്പോൾ, ഹൃദയം ഇടിക്കുമ്പോൾ, ഹൃദയം ക്ഷീണാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ചാരവേ കടന്നു വരുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു കർത്താവുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യം. എന്താ? യേശു കണ്ണുനീർ വാർത്തു. എന്റെയും നിങ്ങളുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന, എന്റെയും നിങ്ങളുടെയും കണ്ണുനീർ ഒപ്പിയെടുക്കുന്ന മകനെ, മകളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്ന് നമ്മുടെ ക്ഷീണാവസ്ഥ കണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അങ്ങനെ പല വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഭാഗത്തേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് തന്നെ അവിടെ നമ്മൾ വായിച്ച കുറിവാക്യങ്ങളായിരുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ദാവീദിന്റെ ഹൃദയം തകരുന്ന പല സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായും 2 സന്ദർഭങ്ങളിലാണ്, 2 എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിലാണ് ദാവീദിന്റെ ഹൃദയ തകർച്ച നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഒന്നാമത്, ദാവീദിന്റെ ഹൃദയം തകർന്നത് തന്റെ പാപം നിമിത്തം തന്റെ ഹൃദയം തകരുവാനായിട്ട് ഇടയായി. പാപം ചെയ്തത് മുഖാന്തരം
ദാവീദിന്റെ ഹൃദയം തകർന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പാപം നിമിത്തം ഹൃദയം തകർന്ന ആ മനുഷ്യനെ പിന്നീട് വേദപുസ്തകം വിളിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കത്തക്ക നിലയിൽ ദൈവം അവന്റെ ഹൃദയത്തിന്റെ ക്ഷീണാവസ്ഥയെ മാറ്റി അവനെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ആത്മീയ നിലവാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതും വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. 32, 31, 32, 38 ഈ 3 സങ്കീർത്തനങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. അതിൽ 32-ാം സങ്കീർത്തനം ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും നാം ആരാധനയുള്ള ബന്ധത്തിൽ വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാറുള്ള സങ്കീർത്തനമാണ്. 31-ാം സങ്കീർത്തനം അതിലെ ചില വാക്യങ്ങൾ ദാവീദിന്റെ ഹൃദയ തകർച്ചയെ വളരെ ക്ഷീണ അവസ്ഥയിൽ കടന്നു പോകുന്ന ദാവീദിന്റെ ഹൃദയ തകർച്ചയെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 31-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. പിന്നെ പറയാൻ എന്റെ ശൈലവൈരികളാലും ഞാൻ നിന്ദിതനായിത്തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അത് നിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകും. പാപത്തിൻ്റെ കഠോരമായിരിക്കുന്ന കരങ്ങളിൽ താൻ വീണപ്പോൾ തൻ്റെ അകൃത്യ നിമിത്തം തൻ്റെ ബലമെല്ലാം ക്ഷയിക്കുവാനിടയായി, അസ്ഥികളെല്ലാം ദ്രവിക്കുവാനിടയായി. ഒരു നിലയിലും സ്വസ്ഥതയില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് 31-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ നമ്മൾ കാണുന്നത്. 32-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം വാക്യത്തിന്റെ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്: മിണ്ടുവാൻ കഴിയാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദാവീദിനെ കാണുവാൻ സാധിക്കുന്നു. 3-ാം വാക്യത്തിൽ പറയുന്നത്: ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ എന്ത് ചെയ്തു? ക്ഷയിച്ചുപോയി. 4-ാം വാക്യം: രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഇന്നലെ പാപമെല്ലാം ദൈവത്തോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പാപത്തിന്റെ കുറ്റം ദൈവം അവിടെ ക്ഷമിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 38-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പാപത്തിന്റെ കാഠിന്യത്തിന്റെ തീവ്രതയെ ദാവീദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ 38-ാമത്തെ സങ്കീർത്തനത്തിലാണ്. അവിടെ പറയുന്നു, ദൈവത്തോട് പറയുകയാണ് 2-ാം വാക്യത്തിൽ 1-ാം വാക്യത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ കർത്താവേ. പിന്നെ പറയുന്നു, എന്നെ ശിക്ഷിക്കരുതേ. നിന്റെ അസ്ഥി തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, എൻ്റെ അകൃത്യം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുവട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു, എൻ്റെ ദോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്നു. നോക്കുക, വാക്കുകളൊക്കെ എത്ര മൃഗീയമായ നിലയിലാണ് ദാവീദ് അവിടെ പറയുന്നത്. ഞാൻ ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടപാട് ദുഃഖിച്ചു നടക്കുന്നു, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച തിന്നം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. 10-ാം വാക്യം: എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതായി. താഴോട്ട് വീണ്ടും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഹൃദയം തകർന്ന ഒരു മനുഷ്യനായിട്ട് ദാവീദ് തന്നെ അവിടെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പാപം നിമിത്തം ഹൃദയം തകർന്ന ദാവീദിനെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണമേ, ഞാൻ ഇന്ന് പോയി ഇങ്ങനെ ചിന്തിച്ചു, പാപത്തിന്റെ കുറ്റം ദൈവം ക്ഷമിച്ചു, ദാവീദിനെ ദൈവം ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, താൻ പിന്നീട് ആ പാപത്തിൽ തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇന്നാണെങ്കിലോ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ ആത്മീയരാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്നത്തെ ആത്മീയരാണെങ്കിൽ 7 അയൽവക്കത്ത് ദാവീദിനെ എന്ത് ചെയ്യത്തില്ല? അടിപ്പിക്കുമോ? അടിപ്പിക്കത്തില്ല. ദൈവം കുറ്റം ക്ഷമിച്ചാലും എന്ത് ചെയ്യത്തില്ല? മനുഷ്യൻ ക്ഷമിക്കത്തില്ല. അയ്യോ, അദ്ദേഹം ആരാ? ഇന്നയാളെ വിചാരക്കുറ്റം ഒരു വശത്ത്, മറുവശത്ത് നിരപരാധിയെ കൊന്നു, അവനെ സഭയിലും വേണ്ട, സമൂഹത്തിലും വേണ്ട, രാജസ്ഥാനത്തിലും വേണ്ട, എവിടെയും വേണ്ട, അവൻ എവിടെ നിൽക്കുന്നു അവിടെ നിന്നോട്ടെ. ഇതാണ് മനുഷ്യന്റെ പ്രകൃതി. എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കണമേ, ദൈവം മനുഷ്യനെ ഇരുകരങ്ങളും നീട്ടി
ക്ഷീണിച്ച ആ ദാവീദിനെ നോക്കി അതേ വാക്ക് തന്നെ ദൈവം തിരിച്ചിട്ടു. എന്നിട്ട് പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ ഉടമയാക്കി ദൈവം തന്നെ തീർത്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത് ദാവീദിന്റെ ഹൃദയം ക്ഷീണിച്ച സന്ദർഭം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൻ തന്നെ തനിക്ക് പ്രതികൂലമായിട്ട് നിന്ന സാഹചര്യത്തിൽ താൻ ഹൃദയം ക്ഷീണിക്കുവാനിടയായി അബ്ശാലോം. അതുപോലെ തന്നെ അബീമേലെക്ക് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തെ വളരെയധികം ക്ഷീണിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് കാണുവാൻ കഴിയുന്നു. മൂന്നാമത് തൻ്റെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച ധാരാളം ആളുകളുണ്ട്, ശിമെയിയുണ്ട്, മറ്റു പല ആളുകളുണ്ടെങ്കിലും പ്രധാനമായും ഈ 3 വ്യക്തികളാണ് തൻ്റെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ചത്. മൂന്നാമത് നമ്മൾ കാണുന്ന ആരെയാണ്? ശൗല്. തൻ്റെ ഹൃദയത്തെ വളരെയധികം ക്ഷീണിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആ നിലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്നാണ് 3-ാം സങ്കീർത്തനത്തിൽ തലക്കെട്ട്. ആ 3-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത്, അതിന് 2-ാം വാക്യത്തിൽ പലരും ദാവീദിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം പോലും ഇവനെ കൈവിട്ടു. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചിലരെ നോക്കി, ഓ അവനെ ദൈവത്തിനും വേണ്ടെന്നേ, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഉടക്കം പറയാം ആർക്കും വേണ്ട, അവനെ ദൈവത്തിനും വേണ്ട എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർ ദാവീദിനെ നോക്കി പറയുകയാണ്, അതാ അവർ ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ആ കേൾവി ദാവീദിന്റെ ജീവിതത്തിൽ എത്തുവാനായിട്ട് ഇടയായിട്ടു. എന്നാൽ അവിടെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നത്? ദാവീദ് എന്താ ചെയ്യുന്നത്? 1-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഹൃദയം ക്ഷീണിച്ചിരിക്കുക. നമ്മുടെ ആ വാക്യവുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കാൻ നമുക്ക്. ദാവീദിന്റെ ഹൃദയം അവിടെ ക്ഷീണിച്ചിരിക്കുക. ദാവീദ് എന്തോ ചെയ്യും? ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അറിയുകയും ചെയ്യും. തന്റെ പ്രയാസത്തിൽ, തന്റെ ബുദ്ധിമുട്ടിൽ താൻ മറ്റൊരാളോട് പരിഭവം പറയുവാനായിട്ട് പോയില്ല. ആരുടെ അടുക്കിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി? ദൈവമുഖത്തേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. തന്റെ നിലവിളി ആരുടെ സന്നിധിയിലേക്ക് കൊടുത്തു? അവിടെ സന്നിധിയിലേക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, തനിക്കവിടെ ഉത്തരം കിട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി 6-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 6-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും അതിന്റെ സന്ദർഭം എന്താണ് നമുക്ക് അവിടെ തലക്കെട്ടിൽ വായിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ദാവീദിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ 6-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി എന്ത് ചെയ്യുന്നു? ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന ഒരു അരക്ഷിതമായ അവസ്ഥയിൽ ദാവീദ് അവിടെ ആയിരിക്കുക. പക്ഷേ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അടുത്തത്, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. തന്റെ ഹൃദയം ക്ഷീണിച്ച ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ ദൈവമുഖത്തേക്ക് ദാവീദ് നോക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 55-ാം സങ്കീർത്തനം ഒന്നെടുക്കാം. 55-ാം ധാരാളം ഇതിനിടയിലുള്ള പല സങ്കീർത്തനങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ വചന ശുശ്രൂഷ നീണ്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ട് ഞാനതിലെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. 55-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പറയുവാൻ ഇടയായി തീർന്ന സന്ദർഭവും ഇതുപോലെ തന്നെയാണ്. താൻ വളരെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലായിരിക്കുകയാണ്. 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ പിടിയിരിക്കുന്നു. താൻ മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. മരണവും താനും തമ്മിൽ മുഖാമുഖമായിരിക്കുന്ന ഒരു സന്ദർഭം. ഹൃദയങ്ങളിൽ അതിവേദനയാൽ പൊട്ടുന്ന നിലയായിരിക്കുന്നു. അപ്പോൾ ദൈവം തനിക്ക് ആശ്വാസം നൽകുന്നത് കാണുവാൻ കഴിയും. എന്താണ് ആ സന്ദർഭത്തിൽ ചെയ്തത്? 61-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ അതേ കാര്യങ്ങൾ ദാവീദ് ചെയ്തു. ആരോട് പരിഭവം പറയാൻ പോയില്ല. എന്താ 17-ാമത്തെ വാക്യത്തിലുണ്ട് ഈ പറഞ്ഞതിന്റെ മറുപടി. ഹൃദയം വേദനപ്പെട്ട് മരണത്തെ മുഖാമുഖമായി ദാവീദ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്തു എന്നുള്ളത് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ, ആരെങ്കിലും ഒന്ന് ഉറക്കൊന്ന് വായിച്ചേ. ദാവീദ് എന്താ ചെയ്തത്? എന്താ ചെയ്തത്? 55-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യം ഇല്ലേ അവിടെ?
ഉറക്കെ വായിക്കാമെങ്കിലും എനിക്കൊന്ന് പ്രചോദനമായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അടുത്തത്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവസന്നിധിയിൽ ഞാൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കും. ദൈവത്തോട് എൻ്റെ സങ്കടം ഞാൻ പറയും. പ്രാർത്ഥിച്ചു. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി. ദൈവം തന്നെ വിടുവിച്ചു. എത്ര അനുഗ്രഹീതമായിരിക്കുന്ന വാക്കുകളെയാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ പരിഭവവും വേദനയും നാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ബൈബിൾ ക്ലാസ്സിൽ വന്നവർക്കറിയാം, കൊലോസ്യലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചൊരു വാക്യമുണ്ട്. എന്താ? പ്രാർത്ഥനയിൽ എന്തുവായിരുന്നു? മനസ്സാനൊക്കെ ക്ലാസ്സിൽ വന്നവരാ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളോട് ചിന്തിച്ചു. എങ്ങനെ? ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം, ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കണം. 2, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. 3 നമ്മൾ ചിന്തിച്ചതായിരുന്നു, ശ്രദ്ധയോടെ മറന്നുപോയി. എന്നെ 2 ദിവസം കൊണ്ട് നോക്കിക്കേ. ഞായറാഴ്ച വൈകുന്നേരം കേട്ട കാര്യം ബുധനാഴ്ച വൈകുന്നേരമായപ്പോൾ തന്നെ നമ്മളെല്ലാവരും മറന്നുപോയി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയാൽ നേടപ്പെടാത്ത ഒരു കാര്യവുമില്ല, പ്രാർത്ഥനയാൽ തുറക്കപ്പെടാത്ത ഒരു വാതിലുകളുമില്ല. അതുമാത്രമല്ല, പ്രാർത്ഥനയാൽ നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ കരങ്ങളെ തടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങൾ ബലവത്താണ് എന്നുള്ള കാര്യം കൂടെ നാം ഓർത്തിരിക്കണം. ഇപ്പോൾ ദാവീദ് ഈ നിലയിലൊക്കെ ക്ഷീണിച്ച അവസരത്തിൽ പ്രാർത്ഥിക്കുവാൻ കാരണമായി തീർന്ന ഒരു 4 കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ആ കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം 61-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ തന്നെയാണ്. അവിടെ ഇങ്ങനെ ദൈവത്തെ താൻ സംബോധന ചെയ്യുന്നതിനെയാണ് അത്യുന്നതമായ പാറ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും, എന്നെ എങ്ങോട്ട് നടത്തണമേ എന്ന് ദാവീദ് പറയുന്നത്. അത്യുന്നതമായിരിക്കുന്ന പാറയിലേക്ക് എന്നെ നടത്തണം. അപ്പോൾ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു പാറ ഉണ്ടെന്നുള്ള ബോധ്യമാണ് ദാവീദിനെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന 1-ാമത്തെ ഘടകമെന്ന്. ഈ പാറയെ സംബന്ധിച്ച് ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. രാജാക്കന്മാർ പുസ്തകത്തിലേക്ക് ഒന്നും, അല്ലെങ്കിൽ ദാവീദ് ചരിത്രത്തിലേക്ക് ഒന്നും പോകും. കാരണം ഇതിൽ തന്നെ വേണ്ടുവോളമുണ്ട്. ഒരു ആഴ്ചയിൽ ചിന്തിക്കുവാൻ തക്ക നിലയിലുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രം പൊറുക്കിയെടുക്കുവാനായിട്ട്. 40-ാം സങ്കീർത്തനത്തില് ദാവീദ് ഈ പാറയെക്കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്നറിയാം. നമ്മൾ ആരാധനകൾക്ക് എപ്പോഴും ചിന്തകൾ പറയാറുണ്ട്. ആ പാറ എന്നുള്ള പാറ 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എന്താ റൈച്ചസ്? 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ആ പുസ്തകത്തിനകത്ത് സങ്കീർത്തനമില്ലേ? സങ്കീർത്തനം കുറച്ച് വാക്യമൊക്കെ അതിനകത്ത് ഉണ്ട്. പുതിയ നിയമത്തിലുണ്ട്. മറച്ചു നോക്കി അതിൻ്റെ പുറകിലില്ലേ? ഇല്ലേ? റോഡ് വേർഷൻ ഇപ്പോഴത്തെ ഗിദെയോൻസിൻ്റെ ബൈബിളിനകത്ത് ടെസ്റ്റ്മെന്റിനകത്ത് 40-ാം സങ്കീർത്തനം 1-2 വാക്യം. എന്താ? അത് പറഞ്ഞ് അതൊക്കെ അറിയാലോ. വായിച്ച് ഞായറാഴ്ച കേട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. എന്താ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞിട്ട് നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴച്ചേറ്റ് അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ. അവിടെ ഒരു ആശയം പറഞ്ഞിരുന്നു. എന്താണെന്നറിയാമോ? ഇതുവരെയും തൻ്റെ കാലുകൾ എവിടായിരുന്നു? താണു പോകുന്ന ഒരു സ്ഥലത്തായി, ചേർന്നായി. ഇപ്പം കാലിനൊക്കെ എവിടാണ്? താണു പോകുന്ന സ്ഥലത്താണ്. പാറപ്പുറത്ത് കയറിയിരുന്നിട്ട് ആരെങ്കിലും കാല് താണു പോകുന്നത് മലയാറ്റൂരെ കണ്ട് തോമാശ്രീയാണെന്നപ്പോൾ ചവിട്ടിയപ്പോൾ കുഴിഞ്ഞു പോയെന്ന് പറയുന്നത് അത് പ്രകൃതി തന്നെ കാണിച്ചു വെച്ചൊരു വികൃതിയാണ്. അച്ചായന്മാർ അതിന് വെച്ചിട്ട് തോമാശ്രീകാരുടെ കാല് കുഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കും. അത് നമ്മുടെ വിഷയമല്ല, എങ്കിലും സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാറ ഒരിക്കലും നമ്മെ താഴ്ത്തിക്കളയുന്ന പാറ. താഴെ പോകുന്ന ഒരു അനുഭവത്തിലായിരുന്നു ഞാനും നിങ്ങളും നിന്നിരുന്നത്. എന്നാൽ ദാവീദ് തന്റെ ജീവിതാനുഭവം കൊണ്ട് പറയുക, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പാറ. ഈ പാറ ഇനി എന്നെ എന്ത് ചെയ്തില്ല, ഇനി എന്നെ താഴ്ത്തിക്കളയുക. അപ്പോൾ ആ പാറയെങ്കിലേക്കാണ് താൻ
നടന്നു ചെല്ലുമെന്ന് പറയുന്നത് 61-ാം സങ്കീർത്തനത്തിൽ. ഇനി 31-ാം സങ്കീർത്തനം 2-ാം വാക്യം ഒന്ന് വായിച്ചു. 31-ാം സങ്കീർത്തനം 2 എളുപ്പം വായിക്കും. 31-2 സമയം പെട്ടെന്ന് പോവാം. 31-2 ആ പാറയുടെ ഒരു പ്രത്യേകത. 31-ന്റെ അപ്പോൾ ഈ പാറ താഴ്ത്തിക്കളയരുത് ചുമ്മാതെ ഞാൻ പറഞ്ഞതല്ല. ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ 31-ാം സങ്കീർത്തനം പാപത്തിന്റെ രക്താനുഭവത്താൽ എഴുതപ്പെട്ടൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന കാര്യം എങ്ങനെയുള്ള പാറയാണ്? ഉറപ്പുള്ള പാറയാണ്, ദൃഢതയുള്ള ഒരു പാറയാണ് ഈ പാറ എന്നത്. 2, ഈ പാറയുടെ മറ്റൊരു പ്രത്യേകത 18-ാം സങ്കീർത്തനം 2-ാം വാക്യം. 18-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഇത് ശരണമാക്കപ്പെടുവാൻ കൊള്ളാവുന്ന ശരണമാക്കുന്ന പാറ. ഈ പാറ ഒരു ശരണമാണ്, ഒരു അഭയസ്ഥാനമാണ്. നമുക്കറിയാം ദാവീദ് ഇവിടെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച കാലഘട്ടത്തിലാണ് ഈ 18-ാം സങ്കീർത്തനം ഞാൻ രചിക്കുന്നത്. നമുക്കറിയാം ദാവീദ് ഈ ശൗലിനെ പേടിച്ച് സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ അനവധി ഗുഹകളിൽ കയറി രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കും. ഈ ഗുഹകളൊക്കെയും അധികം എങ്ങനെയുള്ളതായിരിക്കും? പാറയ്ക്കകത്തായിരിക്കും ഗുഹകളുടെ സ്ഥാനമെന്ന്. തനിക്കങ്ങനെ ഈ പാറയുടെ ഇടയിൽ താമസിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന വലിയ ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യമുള്ള ഒരു മനുഷ്യൻ. കാരണം അവിടെ അഭയ സ്ഥാനമുണ്ട്. പെട്ടെന്ന് ശത്രുവിന് കടന്ന് കയറി വന്ന് തന്നെ പിടിക്കുവാൻ കഴിയുകയില്ല. ആ ജീവിതാനുഭവങ്ങളൊക്കെ താനെന്ന് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ആ കല്ലുകളാൽ നിർമ്മിതമായ പാറയല്ല എന്നെ രക്ഷിച്ചത് പിന്നെയാണ്. അതിലുപരി ആ പാറയ്ക്കകത്തേക്ക് എനിക്ക് അഭയസ്ഥാനം നൽകിയ സ്വർഗത്തിലെ ശരണമാക്കപ്പെടുവാൻ കൊള്ളാകുന്ന ഒരു പാറ എനിക്ക് വേണ്ടിയുണ്ട്. മറ്റൊരു കാര്യം ഈ പാറയെക്കുറിച്ച് താൻ പറയുന്നത് 19-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഒരു പാറ, യഥാസ്ഥാനപ്പെടുത്തുന്ന, വീണ്ടും തന്നെ ഏത് അവസ്ഥയിലേക്കാണോ കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയുന്ന വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഒരു പാറയെക്കുറിച്ച് അവിടെ പറയും. 28-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ആ പാറയെക്കുറിച്ച് എന്താ പറയുന്നത്? വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന പാറ. ഈ പാറ ശബ്ദം കേൾക്കുന്ന പാറ, വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന പാറ. ആ സങ്കീർത്തനത്തിൽ തന്നെ 6-ാം വാക്യത്തിൽ അതിന് ഉത്തരമുണ്ട്. ഈ ശബ്ദം കേൾക്കുമോ ഇല്ലെന്നോ ഉത്തരമുണ്ട്. പാറ ശബ്ദം കേൾക്കുമോ ഇല്ലെന്ന് ഉത്തരമുണ്ട്. 6-ാം വാക്യം, യഹോവ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. അടുത്തത്, അവൻ എൻ്റെ യാതനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. നോക്കുക, നിശ്ചയദാർഢ്യത്തോടെ, വെറുതെ ഒരു ഓലപ്പാമ്പ് പിടിച്ചുള്ള വർത്താനമല്ല ദാവീദ് പറയുന്നത്. അവൻ എൻ്റെ യാതനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. 1-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പാറയായുള്ള നീ കേൾക്കാതെ ഇരിക്കരുത്. ഇപ്പോൾ തൻ്റെ നിലവിളി കേൾക്കുന്ന, താൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പാറയാണ് തനിക്കുള്ളത്. പ്രിയമുള്ളവരെ, അതാണ് ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കി തൻ്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ നിലവിളിക്കുവാൻ കാരണം. 2-ാമത്തെ കാര്യം എന്നുള്ളത്, തന്നോട് കൂടെ ദൈവം ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന വിശ്വാസവും അതേസമയം ആശ്വാസവും. 1-ാമത്തെ കാര്യം നമ്മൾ കണ്ടു, ആശ്രയമായിരിക്കുന്ന ഒരു പാറ തനിക്കുണ്ട്. 2-ാമത്തെ കാര്യം, തന്നോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസവും ആശ്വാസവും. നമുക്ക് വളരെ സുപരിതമായിരിക്കുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ആ 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കാറുള്ളത്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അടുത്തത്, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിരുൾ താഴ്വര എന്ന മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നുവെങ്കിലും അതിന്റെ യഥാർത്ഥ പരിഭാഷ എന്നുള്ളത്, മൂലഭാഷ എന്താണെന്നറിയാമോ? മരണ നിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല.
ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അടുത്തത് അതിന്റെ ആശ്വാസം എന്താ? നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇനി 91-ാം സങ്കീർത്തനം ദാവീദിന് എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്ന് വിശ്വസിക്കുന്നു. ആ 91-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഒരു ബാധയും എന്റെ കൂടാരം നടുക്കിയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. അപ്പൊ തനിക്ക് ഒരു സങ്കേത സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അഭയസ്ഥാനമുണ്ട്. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്കും നിനക്ക് ഭവിക്കുകയില്ല. അപ്പം ദൈവത്തിലുള്ള ദൃഢമായിരിക്കുന്ന വിശ്വാസവും ആശ്വാസവും നിന്റെ ജീവിതത്തിലുണ്ട്. 94-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം, എന്റെ ഉള്ളിലെ വികാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. നോക്കുക, ഉള്ളിൽ വളരെ വിചാരങ്ങളുടെ ബഹുത്വം, വിചാരപ്പെട്ട് ധാരാളം കാര്യങ്ങൾ തന്റെ മീതെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ ആശ്വാസം തന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുവാൻ കാരണം അവന്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ദൈവത്തോട് പറ്റിയിരുന്ന ചിലരെ കുറിച്ച് വായിക്കുന്നു അല്ലേ? ഒന്ന്, ഏറ്റവും ദൈവഭക്തനായിരുന്ന കാലേബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. കാലേബനായിരുന്നു ദൈവത്തോട് പറ്റിയിരുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ വായിക്കുന്നു. ദാവീദ് പറയുകയാണ്, എന്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. 63-ാം സങ്കീർത്തനം 8-ാം വാക്യം, അതിന്റെ പ്രാരംഭ ഭാഗം എന്താ? എന്റെ ഉള്ളം യഹൂദാ ഭൂമിയിൽ താനായിരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും കിട്ടുവാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്ഥാനത്തും തന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തേക്ക് നോക്കുക എന്ന് വായിക്കും. ആ സങ്കീർത്തനം തുടങ്ങുമ്പോൾ എന്താ? ദൈവമേ, നീ എന്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. വെള്ളമില്ല, കുടിക്കുവാൻ വെള്ളമില്ലാത്ത യഹൂദാ മരുഭൂമിയിൽ കിടക്കുമ്പോഴും വെള്ളത്തെ കുറിച്ചുള്ള ചിന്തയല്ല എനിക്ക്. പിന്നെയോ എന്റെ ഉള്ള ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വലിയ ആകാംക്ഷ തൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അടുത്തത് ഒരു കാര്യം കൂടെ, സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട ഒരു കരം ഉണ്ടെന്നുള്ള നിശ്ചയബോധ്യം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 56-ാം സങ്കീർത്തനം നമുക്ക് നടക്കാം. 56-ാം സങ്കീർത്തനം. ഇത് ഫെലിസ്ത്യര് ദാവീദിനെ പിടിച്ചപ്പോൾ തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചു. ആ സമയത്ത് താൻ എഴുതിയ ഒരു സങ്കീർത്തനമായിട്ട്, 57-ാം സങ്കീർത്തനം പറഞ്ഞ തെറ്റിപ്പോയി, 57-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ശൗലിന്റെ മുമ്പിൽ നിന്നും ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ദാവീദ് ചമച്ചൊരു സങ്കീർത്തനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനം എനിക്ക് വ്യക്തിപരമായിട്ട് ഒന്ന് വായിച്ച് ചിന്തിപ്പാനിടയാണ്. അവിടെ ദൈവത്തോട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാം വാക്യം, 57-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണം, ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. അതെ, ഈ ആപത്തുകൾ ഒഴുകി പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിനിടയിൽ ശരണം പ്രാപിക്കുന്നു. താൻ വലിയ പ്രതിസന്ധിയില്ല. നോക്കുക, ഞാൻ പറയുകയാണ്, ഈ ആപത്തുകൾ ദൈവമേ നിന്ന് മാറിപ്പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിനിടയിൽ ശരണം പ്രാപിക്കും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാണുന്നത്. അവിടെ നമ്മൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഫെലിസ്ത്യരെ കുറിച്ചവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ തനിക്ക് ഒരു നിലയിലും രക്ഷപ്പെടാൻ കഴിയില്ല. സിംഹത്തിൻ്റെ കയ്യിൽ കയ്യിൽപ്പെട്ടിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? പിന്നെ തീക്കാത്ത വീണിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? പിന്നെ പല്ലുകൾ എങ്ങനെയുള്ളതാണ്? കുന്തത്തിന്റെ കുത്തേറ്റ് മുറിവേറ്റാൽ രക്ഷപ്പെട്ടവരുണ്ടോ? അസ്ത്രം തട്ടിയാൽ രക്ഷപ്പെട്ടവരുണ്ടോ? പിന്നെ മൂർച്ചയുള്ള വാളിന്റെ മുമ്പിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദാവീദ് ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഫെലിസ്ത്യർ എന്നെ വളഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നെ ധൈര്യപ്പെടുത്തിയതൊന്നുമല്ല 3-ാമത്തെ വാക്യം. എന്താണെന്നറിയാമോ? എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ ഒരു കരം സ്വർഗത്തിൽ നിന്ന് നീട്ടിയിരിക്കും.
എന്താ കരം? എന്താ വായിക്കുന്ന വാക്യം? നമുക്ക് വായിക്കാം. അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി, സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട ഒരു കരത്തെ താൻ കാണുകയാണ്. തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കരത്തെ താൻ കാണുകയാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ളതായിരിക്കുന്ന കരം. 63-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ആ കരത്തെക്കുറിച്ച് പറയുന്നത് ആ കരം കാണുന്ന കരമാണ്. ഇന്ന് രാത്രി ദൈവം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട്. എത്രമാത്രം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചോട്ടെ, ഹൃദയം തകർന്നോട്ടെ, പക്ഷെ നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട് സ്വർഗത്തിൽ. എന്താ കരത്തിന്റെ പ്രത്യേകത? നമ്മളെ കരത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ആ കരത്തിൽ ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും. എന്താ പാഠം? എന്റെയും നിങ്ങളുടെയും പാപവും ശാപവും എല്ലാം ഏറ്റുകൊണ്ട് കാലുകളുടെ ക്രൂശിൽ തുളയ്ക്കപ്പെട്ടതായിരിക്കും ആ കരത്തിൽ രാത്രിയും ജീവിക്കുന്നു പ്രിയമുള്ള ദൈവങ്ങളെ. അതാണ് നമ്മുടെ ആശ്വാസം. ആ കരം നമ്മെ ചേർത്ത് മാറുറക്കുന്ന കരമാണ്. ആ കരം നമ്മുടെ കണ്ണുനീര് ഒപ്പുന്ന കരമാണ്. നമ്മുടെ മുഖം തുടയ്ക്കുന്ന കരമാണ്. നമ്മെ താങ്ങി നിർത്തുന്ന കരമാണ്. പോരാ പ്രിയമുള്ളവരെ, നമ്മളെ കരം പിടിച്ച് നടത്തുന്നു. പക്ഷെ ഒരു കാര്യം നാം ചെയ്യണം. ആ മുറിപ്പാടുള്ള കരങ്ങളുടെ കീഴെ ഒന്ന് ഇരിക്കുവാനായി നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, അവൻ നിങ്ങളെ ഉയർത്തേണ്ടത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താടി. ആ മുറിഞ്ഞ കരത്തിന്റെ കീഴിൽ നിന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയമൊക്കെ പല നിലകളിലായിരിക്കും. ആ ഒരു നിലയാണ് മാനസിക വിഷമങ്ങൾ, രോഗത്താൽ, കുത്തുവാക്കുകളാൽ, ഞെരുക്കത്താൽ ഒക്കെ വിഷമിച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, സ്വർഗത്തിൽ നീട്ടപ്പെട്ട ഒരു കരത്തെ ദാവീദ് കണ്ടു. ശത്രു കഠിനനാണ്, വളരെ ക്രൂരനാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ആ മുറിഞ്ഞ കരത്തെ എനിക്ക് കാണുവാനായിട്ടുണ്ട്. എന്നിട്ടാണ് താൻ ജീവിതാനുഭവങ്ങളെ പറഞ്ഞത്, മനുഷ്യന്റെ ആശ്രയിക്കുന്നേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ഈ 57-ാം സങ്കീർത്തനത്തിൽ തന്നെ മനസ്സിടിഞ്ഞ ദാവീദ് 57-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, തനിക്കൊരു ഉറപ്പുണ്ട്. 51-ാം സങ്കീർത്തനത്തിന് പാപത്തിന്റെ തിക്തഫലം അനുഭവിച്ചതിന് ശേഷം തന്റെ ദൈവത്തേക്ക് നോക്കി കരഞ്ഞെഴുതിയ ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഹനനയാകുന്ന തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിലെ ദൈവമേ നീ നിരസിക്കുക. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം. ഇതൊക്കെ നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. എന്താ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നവുമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു. കർത്താവിനെ തീരുമാനം നമുക്ക് എടുക്കാം. എന്തായാലും തീരുമാനം, ദൈവമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുന്നു, ഞാൻ ഭൂമിയുടെ നിന്ന് എന്നെ വിളിച്ചു അത്യുന്നതമായ പാറയിലേക്ക് എന്നെ അതെ നമുക്ക് വേണ്ടി നീട്ടപ്പെട്ട ഒരു കരത്തെ നമുക്ക് രാത്രിയിൽ കാണാം. ആശ്വാസത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ ലോകം നമുക്ക് സമാധാനം നൽകി, സന്തോഷം നൽകി, പല നിലയിൽ പലവിധമായ പോരാട്ടങ്ങൾ എല്ലായ്പ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവഭക്തന്മാരായിരിക്കുന്നവർ ആശ്രയം കണ്ടെത്തിയ, ആശ്വാസം കണ്ടെത്തിയ ആ പാറയിലേക്ക് നമുക്ക് നടത്തിയില്ല. നമ്മളിങ്ങനെ പാടാറുണ്ട്, പിളർന്നൊരു പാറയെ നിന്നെ ഞാൻ മറയും. നമുക്ക് മറയാം ആ പാറയിൽ, നമുക്ക് വേണ്ടി ഒരിക്കലായി പുറത്തപ്പെട്ട ആ പാറ. ആ പാറയിൽ നമുക്ക് അഭയസ്ഥാനം കണ്ടെത്താം. ഒരിക്കലും ദൈവസന്നിധി അയാഗപീഠത്തിന്റെ അഭയസ്ഥാനം കണ്ടെത്തിയതുപോലെ നമുക്ക് ഒരിക്കലും നാം താണുപോയില്ല. നാം ഉറച്ച ഒരു പാറയിലാണ് ആ വിജയബോധത്തോടെ ജീവിക്കാം. ഈ വർദ്ധമാനത്തെ ജീവിക്കാം.